കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന കാട്ടിലൂടെ യാത്ര ചെയ്ത് മൃഗങ്ങളെയൊക്കെ കണ്ടുവന്നാലോ? വേറെ എവിടെയുമല്ല, കർണാടകയിലെ നാഗർഹോള ടൈഗർ റിസർവിന്റെ കീഴിലുള്ള കാക്കനക്കോട്ടെ അല്ലെങ്കിൽ കബനിയിലെ രണ്ട് സഫാരിയുടെ വിശേഷങ്ങളാണ് വീഡിയോയിൽ. സഫാരിയിലാകട്ടെ ആന, കടുവ, പുലി അങ്ങനെ കാട്ടിലെ പ്രധാനപ്പെട്ട താരങ്ങളെ ഒക്കെ കാണാനായിട്ട് പറ്റി. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം അല്ലേ. നാഗർഹോള ടൈഗർ റിസർവിന്റെ കീഴിലുള്ള ഈ കബനി സഫാരിയിൽ 3 തരത്തിലുള്ള സഫാരികളാണ് മെയിനായിട്ടും ഉള്ളത്. ജിപ്സി സഫാരി, ബസ്, അതുപോലെ ക്യാഡർ. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ബസ് സഫാരിയിലാണ്. ഇപ്പോൾ പുതിയതായിട്ട് ആരംഭിച്ച ന്യൂ ബസ് എന്ന് പറഞ്ഞ ഈ ബസ്സിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സീറ്റൊക്കെ നോക്കിക്കേ, എന്താ ഭംഗി! നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സാധാരണ ദിവസം ഇവിടെ 2 സഫാരിയാണുള്ളത്. രാവിലെ 6 മണി മുതൽ 9 മണി വരെയും വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെയുമാണ്. നമ്മളിപ്പോൾ ആദ്യത്തെ സഫാരിക്ക് ബുക്ക് ചെയ്ത ടിക്കറ്റ് കൗണ്ടറിൽ കാണിച്ചതിന് ശേഷം യാത്ര ആരംഭിച്ചു. അങ്ങനെ കുറച്ച് നേരത്തെ സഫാരിക്ക് ശേഷം ആദ്യത്തെ സൈറ്റിംഗ് ഇതാ കിട്ടിയിരിക്കുകയാണ് കേട്ടോ. കാട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ആനയാണ്. അത്ര പെട്ടെന്നൊന്നും ഇവനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ലെന്നുള്ളതാണ്. എന്തോ ഭാഗ്യത്തിന് വണ്ടിയിലുണ്ടായിരുന്ന ഒരാൾ കണ്ടതുകൊണ്ട് നമ്മളും കണ്ടു. രാവിലെ തന്നെ മഡ് ബാത്തിങ് ഒക്കെ ചെയ്ത് ഇങ്ങനെ സുഖിച്ച് വിലസുകയാണ് കാട്ടിലൂടെ. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കരയിലെ ഏറ്റവും വലിയ ജീവിയാണല്ലോ ആന. ആഫ്രിക്കയിലെ ആനകളെക്കാളും വലിപ്പത്തിൽ ചെറുതാണ് നമ്മുടെ ഏഷ്യൻ ആനകൾ. ആനകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകാനായിട്ട് പറ്റും. ഉള്ളടഞ്ഞ് കാട്ടിലൂടെ ഇത്രയും വലിയ ശരീരം കൊണ്ട് പോകുന്നതോടെ തന്നെ മറ്റും പല മൃഗങ്ങൾക്കും ഇതൊരു വഴിയായിട്ടും മാറുന്നു. അങ്ങനെ ആനകൾ നടന്നുണ്ടാക്കിയ പാതകളാണ് പിന്നീട് കാട്ടിലൂടെയുള്ള റോഡുകളും നടപ്പാതകളും ഒക്കെയായി മാറിയത്. അതുകൊണ്ട് ആനകൾ ഒരു വഴികാട്ടി കൂടിയാണെന്നും കൂടെ പറയാം. ആനകളുടെ കാലുകൾ വെച്ചിട്ട് ഒരുപാട് ദൂരെയുള്ള സൗണ്ടുകൾ, കമ്പനങ്ങളൊക്കെ തിരിച്ചറിയാനായിട്ട് പറ്റും. അതുകൊണ്ട് ആനകളുടെ കാലുകൾ ചെവിയാണെന്നും പറയാറുണ്ട്. കൂടുതൽ ക്ലിയർ ആയിട്ട് സൗണ്ടുകൾ കേൾക്കാനായിട്ട് ഒരു കാല് ഉയർത്തിപ്പിടിച്ച് മറ്റേ കാല് നിലത്ത് ഒന്നുകൂടെ ഉറപ്പിച്ചൊക്കെ വെക്കാറുണ്ട്. ശരീരത്തിലെ താപനില നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ പോലെ വിയർപ്പ് ഗ്രന്ഥികൾ ആനകൾക്കില്ല. വളരെ കുറച്ച് മാത്രമാണ് ഈ വിയർപ്പ് ഗ്രന്ഥികൾ ആനകൾക്കുള്ളത്. അതുകൊണ്ടാണ് ആനകൾ അവയുടെ താപനില നിയന്ത്രിക്കാനായിട്ട് ചെവികൾ എപ്പോഴും ആട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ആനകൾ താപനില നിയന്ത്രിക്കുന്നത്. ഇത് കൂടാണ്ട് തന്നെ സൂര്യൻ്റെ നേരിട്ടുള്ള ചൂട് ദേഹത്ത് അടിക്കാണ്ടിരിക്കാനാണ് ഇടയ്ക്ക് തുമ്പിക്കൈ കൊണ്ട് മണ്ണൊക്കെ വാരി ദേഹത്ത് വിതറുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഈ 3 ആനകളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് നിന്ന് ഒരു കുട്ടിക്കൊമ്പനും ഒരു അമ്മയാനയും കൂടെ വരുന്നത് കണ്ടത്. അത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വരവായിരുന്നു കേട്ടോ. ആ കൂട്ടത്തിൽ നിന്നുള്ളതല്ല കേട്ടോ, വേറെ കൂട്ടത്തിൽ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു. വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ കാട്ടിലെ ഒട്ടുമിക്ക മൃഗങ്ങളും ഇവിടെ കാണുന്ന ഈ വെള്ളമാണ് ആശ്രയിക്കാറ്. ഇതൊരു ആർട്ടിഫിഷ്യൽ പോണ്ടാണ്. ഇതുപോലുള്ള വേനൽക്കാലത്തിന് വെള്ളത്തിൻ്റെ ലഭ്യത കുറയുമ്പോൾ വെള്ളം പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പല സ്ഥലങ്ങളിലും കുഴൽക്കിണർ കുഴിച്ചിട്ടുണ്ട്. സോളാർ വഴി മോട്ടർ അടിച്ചിട്ട് ഇങ്ങനെയുള്ള പോണ്ടുകളിലോട്ട് വെള്ളം അടിക്കും. അങ്ങനെയാണ് ഇവിടെ വെള്ളം ലഭിക്കുന്നത്. ആനയെ സംബന്ധിച്ചിടത്തോളം തുമ്പിക്കൈ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. മണം, സ്പർശനം, ഭക്ഷണം കഴിക്കൽ, വെള്ളം കുടിക്കൽ എന്നിങ്ങനെ എല്ലാത്തിനും തുമ്പിക്കൈ ആവശ്യമാണ്. മറ്റ് ആനകളെ തിരിച്ചറിയാനും സൗഹൃദം പ്രകടിപ്പിക്കാനും തുമ്പിക്കൈ ഉപയോഗിക്കാറുണ്ട്. ആ വന്ന കുട്ടിയാനയും അമ്മയാനയും കൂടെ വെള്ളത്തിലിറങ്ങി വെള്ളം കുടിക്കാൻ ആരംഭിച്ചു. അപ്പോഴത്തേക്ക് ഇത് അപ്പുറ സൈഡിൽ നിന്ന് വന്ന 3 പേരും കൂടെ നോക്കി നിൽക്കുകയാണ് ആദ്യം ഒന്നുണ്ടായത്. ഇതാരപ്പാ നമ്മുടെ മുന്നിൽ വന്ന് വെള്ളം കുടിക്കാനായിട്ട് ഇവിടെ എത്തിയത്? ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒറ്റയൊരു ആനയെ കണ്ടപ്പോൾ തന്നെ ഡ്രൈവർ പറഞ്ഞിരുന്നു അവിടെ വെള്ളം കുടിക്കാനായിട്ട് ഇവരങ്ങോട്ട് പോകും, അതുകൊണ്ട് വെയിറ്റ് ചെയ്യാന്ന്. അങ്ങനെയാണ് ആക്ച്വലി വെയിറ്റ് ചെയ്ത് കേട്ടോ. എന്താണല്ലോ ഒരു പടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ ആദ്യം ഒരാനയെ കണ്ട് നിർത്തിയതാണ്. അതിനുശേഷം ഇതാ 3ഉം 2ഉം 5 പേരെ ഒരുമിച്ച് കാണാനായിട്ട് പറ്റി. ഇനി ഇവർ 5 പേരും കൂടെ ഒരുമിച്ച് വെള്ളം കുടിക്കുന്നതും കൂടെ കണ്ടാലോ? ആഹാ, അടിപൊളി. അങ്ങനെ കുറച്ച് സമയത്തെ കാത്തിരിപ്പിന് ശേഷം ആ 3 ആനകളും കൂടെ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങുകയായി. അവരെ അടുത്ത് വരുന്നത് കണ്ട് അമ്മേനെ നോക്കിക്ക് സൈഡിലൂടെ കോങ്കണ്ണിട്ട് നോക്കി ഒരു സൈഡിലോട്ട് ചെരിഞ്ഞ് നിൽക്കുകയാണ്. എന്താണേലും ആദ്യത്തെ ആന അവരുടെ അടുത്തൂടെ പോയിട്ട് വെള്ളം കുടിക്കാനായിട്ട് പോയി. രണ്ടാമത്തെ ആന ഇതാ വരികയായി. അപ്പോഴത്തേക്കും നമ്മുടെ കുട്ടിക്കൊമ്പൻ്റെ അമ്മയാനെ നോക്കിക്കുക, തുമ്പിക്കൈ പൊക്കി പിടിച്ചേക്കുന്നത്. തുമ്പിക്കൈ വെച്ചിട്ട് സൗഹൃദമൊക്കെ ആനകൾ പങ്കിടാറുണ്ടെന്ന് പറയുന്നതിൻ്റെ സത്യമാണെന്ന് തോന്നിയൊരു നിമിഷമായിരുന്നു. നോക്കിക്ക്, ആ ആന തുമ്പിക്കൈ വെച്ചിട്ട് ഇങ്ങനെ പൊക്കി എന്തോ സംസാരിക്കുകയായിരിക്കും. ഒരു പക്ഷേ അപകടകാരികളൊന്നും അല്ല, ഞങ്ങൾ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് പൊക്കോളാം എന്നുള്ള രീതിയായിരിക്കും. മറ്റേ ആനയും തുമ്പിക്കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് മുട്ടിക്കാനായിട്ട് നോക്കിയിട്ടു. അങ്ങനെ ആ ആനയെ അപ്പുറത്തോട്ട് മാറി നിന്ന് വെള്ളം കുടിക്കാനായിട്ട് പോവുകയായി. എന്താണേലും നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ.
നോക്കിക്ക്, ഇങ്ങനെ ബസ്സിൻ്റെ അകത്ത് ഇരുന്നിട്ട് ആനകളെ ഇത്രയടുത്ത് കാണാൻ പറ്റുന്ന സ്ഥലം വേറെ എവിടെ ഉള്ളതെന്ന് നോക്കിക്കേ. എന്താ രസമല്ലേ. ആനകൾ നല്ല നീന്തലുകാരുമാണ് കേട്ടോ. നല്ല ആഴമുള്ള വെള്ളത്തിലൂടെ ആനകൾ തൻ്റെ തുമ്പിക്കൈയൊക്കെ പൊക്കി പിടിച്ച് ശ്വാസം എടുത്ത് നീന്താറുണ്ട്. അതുപോലെ തന്നെ തുമ്പിക്കൈയിൽ ഏകദേശം 7 തൊട്ട് 8 ലിറ്റർ വെള്ളം വരെ ശേഖരിച്ചും വെക്കാനായിട്ട് പറ്റും ഇവർക്ക്. ആനയുടെ മേൽത്താടിയിലെ 2ാം ഉളിപ്പല്ലുകളാണ് ഈ കൊമ്പുകളായിട്ട് വരുന്നത് കേട്ടോ. അത് അതിൻ്റെ പ്രായത്തിനോടൊപ്പം തന്നെ വളർന്നുകൊണ്ടേയിരിക്കും. പ്രായമാകുന്തോറും ആനകളുടെ പല്ലുകളുടെ ബലം കുറയുകയും അങ്ങനെ പുല്ലുകളും മറ്റൊന്നും തിന്നാൻ പറ്റാണ്ട് പട്ടിണി കിടന്നാണ് ആനകൾ മരിക്കാറ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ആനക്കൂട്ടത്തിനെ നയിക്കുന്നത് കൊമ്പനാന അല്ല കേട്ടോ, മറിച്ച് കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന ഒരു പെണ്ണാനയായിരിക്കും സംഘത്തെ നയിക്കുക. സ്വന്തം കൂട്ടത്തിലുള്ള ആനകളെ ഇവർക്ക് സ്മെല്ല് കൊണ്ട് തിരിച്ചറിയാനായിട്ടും പറ്റും. 6-7 വയസ്സ് വരെയൊക്കെ കൊമ്പന്മാരായിട്ടുള്ള ആണാനകൾ കൂട്ടത്തിൽ നിന്ന് പിരിയാനായിട്ട് തുടങ്ങും. മാക്സിമം ഒരു 12 വയസ്സ് വരെയൊക്കെയാണ് ഈ കൊമ്പനാനകൾ കൂട്ടത്തിൽ നിൽക്കുക. സ്വന്തം കുടുംബത്തിലുള്ള പെണ്ണാനകളുമായിട്ടുള്ള ഇണചേരൽ ഒഴിവാക്കാനായിട്ടാണ് കൂട്ടത്തിൽ നിന്നും ആണാനയെ 12 വയസ്സിനുള്ളിൽ തന്നെ പിരിച്ചുവിടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഒറ്റയ്ക്കാണ് ആണാനയുടെ വാസം. ചിലപ്പോൾ മറ്റ് ആനക്കൂട്ടത്തിനോടൊപ്പം ചേരുകയും ചിലപ്പോൾ വേറെ ആനയോടൊപ്പം ചേർന്നൊക്കെയായിട്ട് കാണപ്പെടാറുണ്ട്. ഒരു ആനയുടെ ഗർഭകാലം എന്ന് പറയുന്നത് 18 മുതൽ 22 മാസം വരെയാണ്. ആന കുഞ്ഞുണ്ടായാൽ പിന്നെ അതിനെ കൂട്ടത്തിലുള്ള എല്ലാവരും കൂടിയാണ് സംരക്ഷിക്കുന്നത്. പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ആനക്കുഞ്ഞിനെ കൂട്ടത്തിൻ്റെ നടുക്കൊക്കെ വെച്ച് വളരെ സേഫായിട്ട് ആനക്കൂട്ടം കൊണ്ടുപോകാറ്. ഇത് നോക്കിക്ക് ബാക്കി 3 ആനകൾ ആവശ്യത്തിന് വെള്ളം കുടിച്ച് അവരുടെ യാത്ര തുടങ്ങി. കാരണം മറ്റൊന്നുമല്ല, ഒരു ദിവസത്തിൻ്റെ 3/4 ഭാഗവും അവർക്ക് ഭക്ഷണം കഴിച്ചാൽ അവരുടെ വയറ് നിറയുകയുള്ളൂ. അങ്ങനെ കുറേ നേരത്തിന് ശേഷം കുട്ടിക്കൊമ്പൻ ഇതാ വെള്ളമൊക്കെ കുടിച്ച് വയറ് നിറഞ്ഞ് കരയ്ക്ക് കയറി പോകാമെന്നുള്ള രീതിയിൽ അമ്മയെ വിളിക്കായി. അങ്ങനെ ആനകളുടെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനെ ഒരു കോള് വരികയുണ്ട് കേട്ടോ. ലെപ്പേർഡ് സൈറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. അങ്ങോട്ട് ചെന്നപ്പോൾ ഇതാ ലെപ്പേർഡ് മരത്തിൻ്റെ മുകളിൽ കയറി ഇരിക്കുകയാണ് ആശാൻ. വലിയൊരു മരത്തിൻ്റെ ഒരു എകരത്തിൽ കിടക്കുകയായിരുന്നു കേട്ടോ പുലി. നല്ല ദൂരവും ഉണ്ടായിരുന്നു. പിന്നെ ഈ മരക്കൊമ്പുകളും ഇലകളൊക്കെ കാരണം വിഷ്വൽസ് അത്ര ക്ലിയറും അല്ല. എന്താണേലും പുലിയെ മരത്തിൻ്റെ മുകളിൽ നിന്ന് കാണാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതാ മോനെ അവൻ എണീറ്റ് അടുത്ത മരച്ചില്ലയിലോട്ട് ചാടി കണ്ടായി. അതിനുശേഷം കുറേ നേരത്തിന് ശേഷമാണ് മനസ്സിലായിട്ട് കേട്ടോ, അതിൻ്റെ മുകളിൽ ലങ്കൂർ ഇരിപ്പുണ്ടായിരുന്നു. ലങ്കൂറിൻ്റെ അലാം കോളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ലങ്കൂറിനെ പിടിക്കാനായിട്ടായിരിക്കുമെന്നാണ് പറയുന്നത്. എനിവേ നല്ല ദൂരവും അതുപോലെ ഈ മരത്തിൻ്റെ ഇലകളും ശിഖരങ്ങളൊക്കെ കാരണം വിഷ്വൽസ് അത്ര ക്ലിയറും അല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു വിഷ്വൽസ് ക്ലിയറായിട്ട് പകർത്താനായിട്ട് പറ്റിയില്ല. കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കി കിട്ടോ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമെന്നുള്ള. എന്താണേലും താഴോട്ട് ഇറങ്ങുമല്ലെന്ന് തോന്നിയതിനാൽ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇതാ കാട്ടുപോത്തിൻ്റെ ഒരു സൈറ്റിംഗ് ആണ് കേട്ടോ. ഇന്ത്യൻ വൈൽഡ് ഗോർ, നമ്മുടെ കാട്ടി. ഒരു ഒരു കിടാവും ഉണ്ട് കേട്ടോ. നമ്മുടെ പശു കിടാവിനെ പോലെ തന്നെ തോന്നുമല്ലേ നേരിട്ട് നോക്കുമ്പോൾ. എന്താണോ ഈ കാട്ടുകൾ എല്ലാം തന്നെ അങ്ങ് കാട്ടിൻ്റെ ഉള്ളിലോട്ട് അലർട്ടായിട്ടാണ് ഉള്ളത് കേട്ടോ. പശു കുടുംബത്തിലെ ഏറ്റവും വലിയ ഇനമാണ് ഈ കാട്ടി അല്ലെങ്കിൽ ഇന്ത്യൻ വൈൽഡ് ഗോർ. നമ്മുടെ നാട്ടിൽ കാട്ടുപോത്ത് എന്നൊക്കെയാണ് വിളിക്കുന്നതെങ്കിലും ഇത് ശരിക്കും കാട്ടി തന്നെയാണെന്നാണ് കേട്ടോ പറയുന്നത്.
അങ്ങനെ ഒരു അടിപൊളി ഒരു സഫാരിക്ക് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം റൂമിലെത്തി. റോയൽ ഇൻ എന്ന് പറഞ്ഞ ഒരു റിസോർട്ടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. HD കോട്ടയിലാണ് കേട്ടോ ഇതുള്ളത്. നമ്മുടെ സഫാരിയുടെ അവിടെ നിന്ന് ഏകദേശം അരമണിക്കൂർ മാത്രമേ യാത്രയുള്ളൂ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ റിസോർട്ടിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. കബനിയിൽ സഫാരി ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെടും ഈ നമ്പർ. അങ്ങനെ രാത്രി കിടന്ന് ഉറങ്ങി രാവിലെ തന്നെ വീണ്ടും സഫാരിക്കായിട്ട് എത്തിയിരിക്കുകയാണ്. സഫാരി ആരംഭിച്ചപ്പോൾ തന്നെ നോക്കിക്ക് ഫുള്ള് കോടയാണ്. സത്യം പറഞ്ഞാൽ ഈ കോട കാരണം സൈറ്റിംഗ് ഉണ്ടെങ്കിൽ തന്നെ ഒന്നും കാണാൻ പറ്റുമെന്ന് തന്നെ തോന്നുന്നില്ല, കാരണം അത്രയും കോടയായിരുന്നു. അങ്ങനെ ആദ്യത്തെ സൈറ്റിംഗ് നമുക്ക് കിട്ടിയത് ഒരു കൂട്ടം മാനിനെയായിരുന്നു കേട്ടോ. സ്പോട്ടഡ് ഡീറിൻ്റെ കാട്ടിലൂടെ പോകുമ്പോൾ എപ്പോഴും നമുക്ക് കാണാറുള്ളതുകൊണ്ട് തന്നെ ഒരു പുതുമയല്ലല്ലോ ഇത്. എന്തൊക്കെയാണെങ്കിലും എത്ര തവണ കണ്ടാലും ഇവരുടെ ആ ഒരു ഭംഗി നമുക്ക് എപ്പോഴും ആസ്വദിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഇന്ത്യൻ വൈൽഡ് ബോർ കാട്ടുപന്നികൾ നോക്കിക്ക് ഇപ്പോൾ കാട്ടിലുള്ളത് പോലെ തന്നെ നാട്ടിലും ഇവർ പരിചയം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പം നാട്ടിൽ നിന്നും വൈൽഡ് ബോറിനെയൊക്കെ കാണാറുണ്ടല്ലോ. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഇതാ ബാർക്കിംഗ് ടിയർ. സാധാരണ ബാർക്കിംഗ് ടിയർ വണ്ടികളുടെയോ ആളുകളുടെയൊക്കെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അന്നേരം തന്നെ ഓടിപ്പോവും. ഇത് എന്ത് പറ്റിയെന്നറിയില്ല, ഒരു 2-3 മിനിറ്റ് സൈറ്റിംഗ് തന്നു എന്നുള്ളതാണ്. സാധാരണ ഇവരുടെ ഫേസ് കിട്ടണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് ഒന്ന് നോക്കി അന്നേരം കാട്ടിനുള്ളോട്ട് പായുന്നവരാണ് ഇവർ. ബാർക്കിംഗ് ഡിയർ അല്ലെങ്കിൽ കേഴമാൻ. നാഗർഹോള നാഷണൽ പാർക്ക് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. 1999 ഇന്ത്യയിലെ 37ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി ഈ പാർക്കിനെ പ്രഖ്യാപിച്ചത്. പണ്ട് മൈസൂരിലെ മുൻ ഭരണാധികാരികളായ വോഡയാർ രാജവംശത്തിൽ രാജാക്കന്മാരുടെ ഒരു പ്രത്യേക വേട്ടയാടൽ കേന്ദ്രമായിരുന്നു ഈ പാർക്ക്. നമ്മുടെ ഈ സഫാരിയിൽ മോർണിംഗ് സഫാരിയിൽ കാര്യമായ സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ലെങ്കിൽ സഫാരി തീരുന്നതിന് ഒരു 5-10 മിനിറ്റ് ആകുമ്പോൾ ഇതാ നല്ല അലാം കോളും അതുപോലെ ടൈഗർ സൈറ്റിങ്ങും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടെ എത്തിയപ്പോഴത്തേനും ഇതാ ടൈഗർ തൊട്ട് ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ബസ്സിലെ ആ ഒരു എല്ലാവരുടെയും കുലുക്കവും മറ്റും ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ അങ്ങ് പുറകിലായിരുന്നുകൊണ്ടും കറക്റ്റ് സൈറ്റിങ്ങും കിട്ടിയില്ല, നല്ല ഷേക്കുമായി വീഡിയോ. എന്താണേലും ഫ്രണ്ടിലുണ്ടായിരുന്ന ജീപ്പുകാർക്ക് നല്ല അടിപൊളി സൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഇതുപോലെ നല്ലപോലെ മൂവ്മെൻറ്റ് ചെയ്ത് ആ ജീപ്പുകാരുടെ തൊട്ട് ഫ്രണ്ടിൽ ചെന്ന് കിടന്നു എന്നുള്ളതാണ്. നമുക്കതിനുള്ള ഭാഗ്യം കിട്ടിയില്ല. സമയം കഴിഞ്ഞതുകൊണ്ട് 9 മണി ആയതുകൊണ്ടായിരിക്കാം ഡ്രൈവർ പെട്ടെന്ന് തന്നെ വണ്ടി തിരിച്ച് പോകുകയും ചെയ്തു. അത് വളരെ ഒരു സങ്കടം വന്നൊരു നിമിഷമായിരുന്നു കേട്ടോ. അത്രയും നമ്മൾ ടൈഗറിന് വേണ്ടി ചെന്നിട്ട് ലാസ്റ്റ് നിമിഷം കണ്ടിട്ട് ക്ലിയറായിട്ട് വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ലെന്നുള്ളത് അറിഞ്ഞപ്പോൾ. എന്താണേലും അടിപൊളി സഫാരി തന്നെയായിരുന്നു കേട്ടോ. ഈവനിങ്ങിലെയും മോർണിംഗിലെയും കൂടെ കൂട്ടി നോക്കുകയാണെങ്കിൽ കബനിയിലെ വനപ്രദേശങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും സമൃദ്ധമായ ജൈവവൈവിധ്യമുള്ള മേഖലകളിൽ ഒന്നാണ്. കടുവകൾ, പുലികൾ, ആന, കരടി അങ്ങനെ ഒട്ടനവധി മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ ദർശിക്കാനുള്ള സുവർണ്ണ അവസരമാണ് കബനി സഫാരി നൽകുന്നത്. അതുകൊണ്ട് തന്നെ വൈൽഡ് ലൈഫിനെ സ്നേഹിക്കുന്നവർ തീർച്ചയായിട്ടും പോകേണ്ട ഒരു അടിപൊളി ടൈഗർ റിസർവ് തന്നെയാണ് നാഗർഹോള ടൈഗർ റിസർവിലെ ഈ കബനിയിലെ സഫാരി. അപ്പോൾ ഈ സഫാരി ബുക്ക് ചെയ്യാനായിട്ട് നാഗർഹോള ടൈഗർ റിസോർട്ട് .org എന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ.